ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ തിരികെ വന്നതിന് ശേഷം വിക്രത്തിനെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം എന്നൊക്കെ വേദ തീരുമാനിക്കുന്നുണ്ട്. വേദ ആ വീട്ടുകാരോടൊക്കെ ആയിട്ട് നല്ല അടുപ്പത്തിലാവാണ്. അപ്പോൾ വിക്രത്തിനെ കുറിച്ച് വേദ അന്വേഷിക്കുമ്പോഴൊക്കെ എല്ലാവർക്കും വിക്രത്തിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. മാത്രമല്ല, എല്ലാവരെയും വിക്രം സഹായിക്കുക മാത്രം ചെയ്തിട്ടുള്ളൂ. മോശമായിട്ടുള്ളൊരു വാക്ക് പോലും ഒരാളും വിക്രത്തെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ തന്നെ വിക്രത്തിനെ കുറിച്ചുള്ളൊരു ധാരണ വേദയ്ക്ക് കിട്ടുകയാണ്. അപ്പോൾ വേദ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇത്രയും നല്ല വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യൻ, ഇത്രയും അറിവും വിവരമൊക്കെ ഉള്ള ഒരാൾ എങ്ങനെ ഇങ്ങനെ ഒരു ഗുണ്ടയായി എന്നുള്ളതൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ. ഇതേ സമയം അച്ഛനാണെന്നുണ്ടെങ്കിൽ വീണ്ടും വേദനോട് വന്ന് പറയുന്നുണ്ട്, ഈ വീട്ടിൽ നിന്ന് മോളുടെ ജീവിതം നശിപ്പിക്കരുത്, തിരികെ പോകണം, നല്ല ജോലിയൊക്കെ സമ്പാദിച്ച് നല്ലൊരു ജീവിതമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ വേദ ഇങ്ങനെ പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഈ വീട്ടിൽ നിന്ന് ഞാൻ പോകൂല. ഞാൻ എന്തായാലും ഈ ഒരു താലിയെ അത്രയും വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ വീടും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരാണിത് നിങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വീട് വിട്ട് പോകൂല എന്നൊക്കെ പറയാം. അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇത്രയും വിദ്യാഭ്യാസമുള്ള നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതെൻ്റെ ഒരു നിയോഗമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അച്ഛനെ മറ്റുള്ളവരെയൊക്കെ നന്നായിട്ട് ഉപദേശിക്കുന്നതല്ലേ, അപ്പം അച്ഛൻ എന്തുകൊണ്ട് അച്ഛൻ്റെ മോനെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുന്നില്ല? ഒരുപാട് പിള്ളേരെ പഠിപ്പിച്ചിട്ടുള്ള ആളല്ലേ. അപ്പം ആ പിള്ളേരുടെ പോലെ തന്നെ മോനെയും കണ്ട് മോനെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, അവനെ ഞാൻ ഒരുപാട് ഉപദേശിക്കുകയും നന്നാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് വിക്രം ഒരു ഗുണ്ടയായതെന്ന് അച്ഛനോട് വേദ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മാഷിങ്ങനെ അകത്തേക്ക് കയറി പോകുന്നു. ഇതൊക്കെ കമല കേൾക്കുന്നുണ്ട്, അതായത് വിക്രത്തിൻ്റെ അമ്മ കേൾക്കുന്നുണ്ട്. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അമ്മ എന്നെ സ്വന്തം മോളെ പോലെയാണ് കാണുന്നതെന്ന് എനിക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സത്യം ചോദിച്ചാൽ അമ്മ അതിന് മറുപടി പറയുമെന്ന് ചോദിക്കുകയാണ്. എന്താ മോൾക്ക് അറിയണ്ടേന്ന് ചോദിക്കുമ്പോൾ വിക്രം എങ്ങനെയാണ് ഒരു ഗുണ്ടയായതെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വിഷമത്തോടുകൂടി കമലാമ്മ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്നോട് അമ്മ സത്യം തുറന്ന് പറയണം, എന്നെ മോളെ പോലെയാണ് കാണുന്നതെന്ന് പറഞ്ഞല്ലോ, അമ്മയുടെ സ്വന്തം മോള് ഒരു കാര്യം ചോദിച്ചാൽ അമ്മ പറയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അവസാനം കമലാമ്മ അങ്ങനെ ഒരു സത്യം വേദയോട് തുറന്ന് പറയാണ്. അവൻ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന സമയത്ത് ലാസ്റ്റ് ഇയർ പരീക്ഷരായ ഒരു സമയത്താണ് അവന് അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചത്. പരീക്ഷാ ഹാളിൽ വെച്ച് കോപ്പി അടിച്ചതിന് വിക്രത്തിനെ പിടിച്ചു. അതിനുശേഷം വിക്രത്തിന് പരീക്ഷ എഴുതാൻ പറ്റില്ല. സങ്കടത്തോടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അച്ഛനും കോപ്പി അടിച്ചു എന്നുള്ള കാര്യത്തിൽ അവനോട് വഴക്ക് ഒക്കെ പറഞ്ഞു. പക്ഷെ സത്യത്തിൽ നടന്നതല്ല. ഏതോ ഒരു പയ്യൻ വിക്രം പരീക്ഷ എഴുതാതിരിക്കാൻ വേണ്ടിയിട്ട് വിക്രത്തിൻ്റെ മേത്തേക്ക് ഒരു കോപ്പി അടിക്കുന്ന ഒരു കടലാസ് വലിച്ചെറിയാണ് ചെയ്തത്. വിക്രമാണെന്നുണ്ടെങ്കിൽ അത് പിടിച്ച് നിൽക്കായിരുന്നു. ആ എറിഞ്ഞ സമയത്ത് വിക്രം പിടിച്ച് നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഇവിടേക്ക് എക്സാം എഴുതിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു സാറ് വരികയും വിക്രം കോപ്പി അടിക്കാൻ വേണ്ടി എഴുതി വെച്ച ഒരു പേപ്പറാണ് അതെന്ന് കരുതിയിട്ട് വിക്രത്തിനെ പരീക്ഷ എഴുതാതെ പുറത്താക്കുകയും ചെയ്തു. അപ്പം അങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത്. പക്ഷേ വിക്രത്തിനെ ചതിക്കാൻ വേണ്ടി ചെയ്ത ആ ഒരു പയ്യനെ വിക്രം തേടി പിടിച്ച് വിക്രം കയ്യും കാലും അവൻ്റെ തല്ലി അതുകൊണ്ടാണ് വിക്രം പിന്നീട് ഒരു തല്ലുകൊള്ളിയായി എന്ന് ആൾക്കാർ പറഞ്ഞു നടന്നതും പിന്നീട് വിക്രം ആ ഒരു വഴിയിലേക്ക് തിരിഞ്ഞതും എന്ന് പറയാണ്. മാഷിനോടാണെന്നുണ്ടെങ്കിൽ വിക്രം സത്യം തുറന്ന് പറഞ്ഞു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ, സംഭവിച്ചത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും കൂടിയിട്ട് മാഷ് അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. പക്ഷേ എനിക്കറിയാം എൻ്റെ മോനൊരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യൂല. മാഷ് കാണുന്നുണ്ടെങ്കിൽ വിക്രത്തിൽ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് മാഷ് മാനസികമായിട്ട് തളരുകയാണ് ചെയ്തതെന്നൊക്കെ പറയാണ്. അപ്പോൾ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു സങ്കടം വരികയാണ് ഇതൊക്കെ ഓർത്തിട്ട്. അങ്ങനെ കമലാമ്മയിൽ നിന്ന് സത്യങ്ങളൊക്കെ മനസ്സിലാക്കി വേദ തീരുമാനിക്കുകയാണ്, ഇനി ഒരിക്കലും വിക്രത്തിനെ വിട്ടുകളയില്ല, വിക്രത്തിനെ നന്നാക്കിയെടുക്കണം, നല്ലൊരു മനുഷ്യനാക്കി മാറ്റിയെടുക്കണം എന്നൊക്കെ വേദ അങ്ങനെ തീരുമാനിക്കുകയാണ്.